എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് അതീവ ഗൗരവ സ്വഭാവമുള്ള ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇല്ലാതാക്കാൻ വേണ്ടി പാശ്ചാത്യ സമൂഹം, അതായത് ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റൊക്കെ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസമല്ല കുറേ നാളുകളായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെയുണ്ട്. അതിന് പ്രോപ്പറായിട്ട് തെളിവുകളൊക്കെ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ പുറത്തു വന്നിരുന്നു. ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. അതായത് നമുക്ക് അടുത്ത കാലത്താണ്, കുറച്ച് 2 ആഴ്ച മുന്നെയാണ്, അത് അമേരിക്കൻ സൈന്യത്തിൽ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മേജർ ജെയിംസ് വാട്സൺ എന്ന് പറയുന്നത്. അതായത് അയാളെന്ന് വെച്ചാൽ അമേരിക്കൻ ആർമിയിലെ ജോയിൻറ്റ് സപ്പോർട്ടീവ് എയർ ആൻഡ് മിസൈൽ ഡിഫൻസ് ഇൻസ്ട്രക്ടറാണ്. അതായത് ഈ മേഖലയിലുള്ള ഒരു ട്രെയിനറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ വരുന്നു. ഇന്ത്യയിൽ എന്താണ് വരുന്നത്? ബിസിനസ് ആവശ്യത്തിനാണ് എന്ന് പറയുന്നത്, ടൂറിസ്റ്റ് വിസ എടുത്തിട്ട് വരുന്നു. ബിസിനസ് ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് പല റെക്കോർഡിലൊക്കെ എഴുതി കൊടുക്കുന്നു. അപ്പോൾ ഇയാൾ എങ്ങനെ പിടിക്കപ്പെടുന്നത്? നമ്മുടെ മഹാരാഷ്ട്രയിലെ താന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ട്രൈബൽ ഏരിയയിൽ അത് സുവിശേഷ പ്രസംഗമായിട്ട് മതമാറ്റം, ക്രിസ്ത്യൻ മതലോബികളുടെ മതം മാറ്റം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള സുവിശേഷ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആൾക്കാർക്ക് സംശയം തോന്നിയിട്ട് ആൾക്കാർ ഈ താനെ പോലീസിൽ അറിയിക്കുകയും താനെ പോലീസ് വന്നിട്ട് ഈ ജെയിംസ് വാട്സൺ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഇങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പാസ്റ്ററാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ റെക്കോർഡുകളും പരിശോധിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലായത് അമേരിക്കൻ സൈന്യത്തിൽ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈനികൻ മാത്രമല്ല, ഒരു സാധാ സൈനികൻ മാത്രമല്ല, ഒരു ട്രെയിനറാണ്. അതായത് സപ്പോർട്ടീവ് എയർ ആൻഡ് മിസൈൽ ഇൻസ്ട്രക്ടറാണ്. ഈ മേഖലയിലുള്ള ഒരു ട്രെയിനർ കൂടിയാണ്. ട്രെയിനറാൻ പറയാലോ, അത്യാവശ്യം നല്ല എക്സ്പീരിയൻസിലുള്ള ഒരാളായിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കുറച്ച് ദിവസം മുന്നേ, ഏകദേശം ഓഗസ്റ്റ് 31 ബംഗ്ലാദേശിലെ ധാക്കയിൽ വെസ്റ്റിൻ ഹോട്ടൽ എന്ന് വെച്ചാൽ ധാക്കയിലെ ആ ഹോട്ടൽ വളരെ പോഷ് ഹോട്ടലാണ്. അത്യാവശ്യം ബംഗ്ലാദേശിലെ പോഷ് ആൾക്കാർ മാത്രം പോകുന്ന ആൾക്കാരാണ്. ഒരു ദിവസം ഇന്ത്യൻ മണി ഏകദേശം ഒരു 60,000-70,000 രൂപ വില വരുന്ന ഒരു ഹോട്ടലാണ് ഈ വെസ്റ്റിൻ ഹോട്ടൽ എന്ന് പറയും. ഈ വെസ്റ്റിൻ ഹോട്ടലിലെ 808ാമത്തെ റൂമിൽ വെച്ചാണ് നമ്മുടെ അമേരിക്കൻ ആർമിയിലെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡിലെ ടെറൻസ് ആർവൽ ജാക്സൺ എന്ന് പറയുന്ന ഒരു സൈനികൻ കൊല്ലപ്പെട്ട നിലയിൽ. അത് ആരാണ് കൊന്നത്, എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് ഒരു വിവരവുമില്ല. പക്ഷേ അവിടുത്തെ റെക്കോർഡിൽ, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ എല്ലാം റെക്കോർഡ് ഉണ്ടാവും. അതായത് ആരാണ് ചെക്ക് ഇൻ ചെയ്തത്, ഏത് സമയത്താണ്, കറക്റ്റ് എല്ലാ റെക്കോർഡ്സും ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഹോട്ടലിലും പോകണമെങ്കിൽ നമ്മൾ ആധാർ കാർഡാണ് വാങ്ങുക. ആധാർ കാർഡ് മറ്റെല്ലാ കാര്യങ്ങളൊക്കെ നോക്കും. ആധാർ കാർഡ് വാങ്ങും, ചിലർ പാൻ കാർഡ്, മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റി കാർഡ് ചിലപ്പോൾ ഇന്ത്യയിലെ ഹോട്ടൽസുകൾ വാങ്ങുന്നുണ്ട്. അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കും ചില സമയത്ത് ചില ഡാറ്റാ ബേസിൽ ആക്സസ് ഉണ്ടാവും, ഈ ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺസ്, അതായത് സെക്യൂരിറ്റി എന്തെങ്കിലും പ്രശ്നമുള്ളത് കാരണം. അപ്പോൾ ഇതേമാതിരി തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ ഈ ടെറൻസ് ആർവൽ ജാക്സൺ ധാക്കയിലെ വെസ്റ്റേൺ ഹോട്ടലിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഈ മാധ്യമ പ്രവർത്തകർക്ക് അവിടത്തേക്ക് കുതിച്ചെത്തി. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്തിട്ടേ ഇല്ല എന്നുള്ള റിപ്പോർട്ടാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഈ ധാക്ക പോലീസ് വരുന്നു. ധാക്ക പോലീസ് അമേരിക്കൻ എംബസിയിൽ അറിയിക്കുന്നു. അമേരിക്കൻ എംബസിയിൽ നിന്ന് ഒരു കോൾ വരുന്നു, നിങ്ങളൊന്നും ചെയ്യരുത്, ആ റൂം പൂട്ടിക്കിടക്കണം, ഒന്നും ചെയ്യാൻ പാടില്ല, ഒരാൾ അതിനകത്ത് പ്രവേശിക്കാൻ പാടില്ല, ഫുൾ സീൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി ടെറൻസ് ആർവൽ ജാക്സൺ എന്നില്ല, ഉടുതുണി പോലും ഇല്ലാതെയാണ് ഡെഡ് ബോഡി ഉണ്ടായിരുന്നത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്കാണ് കൊല്ലപ്പെട്ടത്. രാത്രി 12 മണിക്ക് അമേരിക്കയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്, അവിടെ ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ. പക്ഷേ എന്നിട്ടും, അതായത് അമേരിക്കയുടെ ഒരു പൗരന് പോലും, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ചെറിയൊരു പൗരന് പോലും വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അവർ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിൽ അവിടുത്തെ പ്രധാനമന്ത്രിയെ പോലും, അവിടുത്തെ ഭരിക്കുന്ന ആരാണ് അവരെ പോലും വിളിച്ച് അമേരിക്ക ഫയർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ എന്നിട്ട് പോലും ഈ ബംഗ്ലാദേശിൽ ഈ ടെറൻസ് ആർവൽ ജാക്സൺ കൊല്ലപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് അമേരിക്ക ഒരു അക്ഷരം മിണ്ടിയില്ല, അത് മറച്ചു വെക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവിടേക്കാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പിന്നീട് പുറത്തു വന്നത് ഈ മേജർ ജെയിംസ് വാട്സണും, നമ്മുടെ മഹാരാഷ്ട്രയിൽ താനയിൽ പിടികൂടിയ മേജർ ജെയിംസ് വാട്സണും ഈ ടെറൻസ് ആർവൽ ജാക്സണൊക്കെ ഒരുമിച്ച് അമേരിക്കൻ സൈന്യത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരേ ആൾക്കാരാണ് എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ വന്നിട്ട് ഇന്ത്യയിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്കൻ സൈന്യത്തിൽ വർക്ക് ചെയ്യുന്ന ജെയിംസ് വാട്സൺ ഇന്ത്യയിൽ വന്നിട്ട് ബിസിനസ് പർപ്പസിന് ഇന്ത്യയിൽ വരുന്നു, ടൂറിസ്റ്റ് വിസയിൽ എടുത്തിട്ട് വരുന്നു, പക്ഷേ പറയുന്ന ബിസിനസ് പർപ്പസ് ആണെന്ന്, എന്നിട്ട് നേരെ സുവിശേഷൻ ഞാൻ പാസ്റ്റാണെന്ന് പറയുന്നത്, അതിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി വലിയ രീതിയിലുള്ള ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ. അതായത് നമുക്കറിയാം, ഈ അമേരിക്കൻ താരിഫൊക്കെ അടിച്ചേൽപ്പിക്കുമ്പോൾ അവർ ലക്ഷ്യം വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം, അമേരിക്ക അവരുടെ ജനിതക മാറ്റം വരുത്തിയ പല കാർഷിക വിളവും ഡയറി പ്രോഡക്ട്സൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിക്കണം, അതിന് ഇന്ത്യൻ സർക്കാർ കണ്ണുമടച്ച് കോൺട്രാക്ട് സൈൻ ചെയ്യണം എന്ന രീതിയിൽ പറഞ്ഞിരുന്നു അമേരിക്ക. പക്ഷേ ഇന്ത്യ പറഞ്ഞു, ഇവിടെ ഒരു കാര്യം നടക്കില്ല, നിങ്ങൾ പറയുന്ന പോലെ ഒരു കാര്യം നടക്കില്ല, ഈ രാജ്യത്തൊരു നിയമമുണ്ട്, ഈ രാജ്യത്തെ കർഷകരുണ്ട്, അവരൊന്നും വഞ്ചിക്കാൻ ഇന്ത്യൻ സർക്കാർ ഒരു കാലത്തും കൂട്ടു നിൽക്കില്ല എന്നുള്ള ക്ലിയർ മെസ്സേജാണ് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. അതല്ല, ശരിക്കും ആക്ച്വലി
ഇതാണ് പുറത്ത് പറയുന്ന മെസ്സേജ്. പക്ഷേ സംഭവം അതല്ല. ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 7.1 ട്രില്യൺ എക്കണോമിയിലെ ഇന്ത്യ, അതായത് വേൾഡിൽ തന്നെ 4ാമത്തെ GDP ആയ രാജ്യം, പാകിസ്ഥാനി ഓപ്പറേഷൻ സിന്ദൂറിൽ ആരാണ് ആയുധങ്ങൾ കൊടുത്തത്? തുർക്കി അമേരിക്കയും. അമേരിക്കയുടെ F-16 5 വിമാനങ്ങളാണ് വെറും 10 മിനിറ്റ് കൊണ്ട് ഇന്ത്യ അടിച്ചിട്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ശരിക്കും ഇന്ത്യ അമേരിക്ക പോരാട്ടമായിരുന്നു. അമേരിക്ക ആയുധങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. അപ്പോൾ അമേരിക്കയുടെ ആയുധങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ അടിച്ചിട്ടു. ശരിക്കും അമേരിക്ക കിരാന ഹിൽസിൽ ആണവോർജ്ജം സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ ഓണർ അമേരിക്കയല്ല, പാകിസ്ഥാനല്ല. യഥാർത്ഥ ഓണർ അമേരിക്കയും സൗദിയാണ്. ഇതറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ 2 വിൻഡോയിൽ കയറ്റിയിട്ട് ഇന്ത്യ ബ്രഹ്മോസ് പൊട്ടിച്ചു. ഇന്ത്യക്ക് അറിയായിരുന്നു അതിൻ്റെ യഥാർത്ഥ ഓണർ, റിയൽ ഓണർ എന്ന് വെച്ചാൽ, യഥാർത്ഥ ബോസ് എന്ന് വെച്ചാൽ അമേരിക്കയാണെന്ന്. അപ്പോൾ അമേരിക്കക്ക് അത് ശരിക്കും കൊണ്ടു. അതായത് അമേരിക്കക്കറിയാം, ഇന്ത്യക്കറിയാം ഇതിൻ്റെ യഥാർത്ഥ ഓണർ അമേരിക്കയാണെന്ന്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ടും നിങ്ങൾ അവിടെ കയറി ബോംബ് ഇട്ടത് ശരിയായില്ല മോനെ, നിങ്ങളെ കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് ട്രംപ്, അതായത് അമേരിക്കയുടെ താരീഫ് എന്നല്ല പറയാം, ട്രംപിൻ്റെ താരീഫാണ്. ട്രംപിൻ്റെ വ്യക്തിപരമായ ഇതായിരുന്നു ഇന്ത്യക്കെതിരെ വലിയ രീതിയിൽ ഇന്ത്യക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ വലിയ രീതിയിൽ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പല രീതിയിൽ താരിഫ് അടിച്ചേൽപ്പിച്ച് നോക്കി. പക്ഷേ ഒന്നും നടക്കുന്നില്ല വെച്ചാൽ അമേരിക്ക 50%, 25% ഏർപ്പെടുത്തി, പിന്നീട് 50 75 100%, 200% ആക്കി കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്കക്ക് മുമ്പിൽ വഴങ്ങില്ല എന്ന് ക്ലിയർ മെസ്സേജ് കൊടുത്തു. അപ്പോൾ ഇന്ത്യ മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ഡീലുണ്ടാക്കി. ട്രേഡിൽ ക്യുക്കായിട്ട് ഒരു മാസം കൊണ്ട്, സാധാരണ ഒരു രാജ്യം മറ്റൊരു രാജ്യം ട്രേഡ് ഡീൽ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ 1-2 വർഷം നെഗോഷിയേഷനും ഡിസ്കഷനും പലവിധ എല്ലാവിധ സെറ്റിൽമെൻറ്റും കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും ഉണ്ടാകുന്നത്. പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ് യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് ഒരു മാസത്തെ താഴെ സമയം എടുത്തിട്ട് ട്രേഡ് ഡീൽ ഉണ്ടാക്കി. അതാണ് ഇവിടെ അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന നമ്മുടെ ഈ ചെമ്മീൻ, അങ്ങനെയുള്ള ഇവിടുത്തെ മത്സ്യകൃഷികൾ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞു അമേരിക്ക ബാൻ ചെയ്തില്ലേ, ഇവിടെ കയറ്റി അയക്കാൻ പറഞ്ഞു. നമ്മുടെ സാബു ജേക്കബ് ഉണ്ടല്ലോ, കിറ്റക്സിൻ്റെ സാബു ജേക്കബ് എന്താ ചെയ്തത്? പുള്ളി അമേരിക്കയിൽ നിന്ന് ബിസിനസ്സൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഷോപ്പ് ഓപ്പൺ ചെയ്തു. അമേരിക്കേനെക്കാട്ടും കിട്ടുന്ന ഒരു മാസം കിട്ടുന്ന എത്രയോ കോടി വരുമാനം പുള്ളിക്ക് ഇന്ത്യയിൽ കിട്ടി തുടങ്ങി. അപ്പോൾ പുള്ളി തന്നെ പറയുകയാണ്, ഞാൻ എന്തിനാ അമേരിക്കയിൽ പോയി ബിസിനസ് ചെയ്യണം? എൻ്റെ രാജ്യത്ത് ഞാൻ അമേരിക്ക കിട്ടുന്നതിനെക്കാട്ടും 10 മടങ്ങ് റവന്യൂ ഒരു മാസം കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ഇന്ത്യൻ മാർക്കറ്റ് എക്സ്പോർട്ട്. നിങ്ങൾക്കറിയോ 146 കോടി ജനങ്ങളുള്ള ഒരു മാർക്കറ്റാണിത്. അതായത് അമേരിക്കയുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ അത്രയും വരും ഇവിടുത്തെ മിഡിൽ ക്ലാസ്. അതായത് വലിയ സാധനങ്ങൾ പർച്ചേസിങ് പാരിറ്റി 20 ട്രില്യൺ വരുന്ന ഒരു മിഡിൽ ക്ലാസ് ഇന്ത്യയിലുണ്ട്. അതായത് അമേരിക്കയുടെ അത്രയും പോപ്പുലേഷൻ വരുന്നത്. അപ്പോൾ ഇത്തരം മാർക്കറ്റിനെ അവഗണിച്ചുകൊണ്ട് ലോകത്തിലെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയുടെ മേൽ എക്സ്ട്രാ താരിഫ് ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്താ പറയുന്നത്? യൂറോപ്യൻ യൂണിയൻ അണ്ടറിലെ രാജ്യങ്ങൾ ഇവരൊന്നും എന്താ പറയണ്ടേ, ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പണിയിടുന്നവർക്ക് മനസ്സിലായി. അതാണ് പ്രധാന പ്രശ്നം. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാനിലെ കറാച്ചിയിലെ പേൾ കോണ്ടിനെൻ്റ് ഹോട്ടൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടു. അത് മൈക്കിൾ ലോഗനും ഈതൻ ജാക്സും എന്ന് പറയുന്ന 2 സൈനികരാണ് കൊല്ലപ്പെട്ടത്. അവർ അമേരിക്കൻ സൈന്യത്തിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകളൊന്നും പുറത്തു വന്നില്ല. എന്ത് തന്നെയാലും ഈ മൈക്കിൾ ലോഗനും ഈതൻ ജാക്സും ടെറൻസ് ആർവൽ ജാക്സണും ഈ മേജർ ജെയിംസ് വാട്സണൊക്കെ ഒരു ബാച്ചിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്ത് തന്നെയാലും ഇന്ത്യയിൽ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക മനസ്സിലായി, ഇനി ഇവിടെ വലിയ രീതിയിൽ താരിഫൊന്നും ഏർപ്പെടുത്താൻ നടക്കില്ല മനസ്സിലായി. അപ്പോൾ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി നരേന്ദ്രമോദി വധിച്ചിട്ട് അത് ഇസ്ലാമിക ജിഹാദികളുടെ തീവ്രവാദികളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് നരേന്ദ്രമോദി വധിക്കാൻ വേണ്ടിയിട്ട് ഈ ടെറൻസ് ആർവൽ ജാക്സണെയും ഈ ജെയിംസ് വാട്സണെയും ഇവിടത്തേക്ക് അയച്ചത്. അപ്പോൾ എന്തായാലും ഈ മൈക്കിൾ ലോഗനും ഈതൻ ജാക്സണും പാകിസ്ഥാനിലെ ഹോട്ടലിൽ കൊല്ലപ്പെട്ടത് ആരാണെന്ന് അറിയില്ല, അജ്ഞാതരെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും കാത്തിരിക്കാം. ഇതിന് കൂടുതൽ വാർത്തകളൊന്നും പുറത്തു വന്നില്ല കേട്ടോ. ഒരു കാര്യം ഉറപ്പിക്കാം, ടെറൻസ് ആർവൽ ജാക്സണും ജെയിംസ് വാട്സണും അവിടെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജെയിംസ് വാട്സൺ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടില്ല, ഇന്ത്യയിൽ പോലീസ് പിടിച്ചു. ടെറൻസ് ആർവൽ ജാക്സണാണ് അവിടെ കൊല്ലപ്പെട്ടത്. എന്തിനാണ് ഇത്തരത്തിലെ കാര്യങ്ങൾ അരങ്ങേറുന്നുണ്ടെങ്കിൽ ഈ മൈക്കിൾ ലോഗനും ഈതൻ ജാക്സും ഒക്കെ അമേരിക്കൻ സൈന്യത്തിൽ തന്നെ ഉള്ള ആൾക്കാരാണെന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇവർ ഇൻറ്റൻഷൻ എന്താണെന്നുള്ള കാര്യം പുറത്തു വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ.